കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി ഇന്ന് ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ പുനരാരംഭിക്കും. ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ ഗംഗാവലിപ്പുഴയിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ സോണാർ പരിശോധന ആണ് നടക്കുക. അർജുന്റെ കുടുംബാംഗങ്ങൾ ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. ഷിരൂരിൽ നിന്നും കെ.വി. ബൈജു നമുക്കൊപ്പം ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. നമ്മൾ വീണ്ടും ആ തെരച്ചിൽ, അർജുനായുള്ള തെരച്ചിൽ, അവിടെ കാണാതായവർക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ പ്രതീക്ഷ കൈവിടുന്നില്ല. ഇപ്പോഴും എന്താണ് കുടുംബാംഗങ്ങൾ പറയുന്നത്? ഏത് രീതിയിലാണ് തെരച്ചിൽ ഇന്ന് നടത്തുക? തീർച്ചയായും നമ്മൾ വീണ്ടും ആ ദുരന്ത ഭൂമിയിൽ എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളുമായി എന്തായാലും 9 മണിയോടുകൂടി അർജുനായുള്ള തിരച്ചിൽ ആരംഭിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നാവികസേന ആയിരിക്കും തിരച്ചിലിന് നേതൃത്വം നൽകുക. പ്രധാനമായും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ആ കാണുന്ന സ്ഥലത്ത് അവിടെയാണ് ലോറി ഉണ്ട് എന്ന് ഈ റഡാർ പരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ വലിയ തോതിൽ നീരൊഴുക്കുണ്ടായിരുന്ന ഒരു പുഴയാണ് ഗംഗാവലിപ്പുഴ. ഇപ്പോൾ നമുക്ക് കാണാം ഈ കുന്നിടിച്ചിലിലെ അവശിഷ്ടങ്ങൾ, ആ മൺകൂനകളൊക്കെ ഈ പുഴയിൽ ഇത്തരത്തിൽ പതിച്ചിരിക്കുന്നത് കാണാം. ആ സ്ഥലത്ത് തന്നെയാണ് ഈ ലക്ഷ്മണന്റെ ചായക്കടയുടെ ഒരു ഭാഗങ്ങൾ, ഒപ്പം വലിയ ഒരു ആൽമരം, അതോടൊപ്പം തന്നെ ഇതിന് ഒരു ടവർ, ആ ടവറും ഇതേ സ്ഥലത്ത് തന്നെ എന്നാണ് ഈ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്തായാലും നേവി ഇന്ന് പ്രധാനമായും സോണാർ പരിശോധനയിലൂടെ ഈ ലോറി കൃത്യമായി ട്രാക്ക് ചെയ്ത് ഏത് രീതിയിലാണ് ലോറി ഉള്ളതെന്ന് അറിഞ്ഞ് അതിനുശേഷമായിരിക്കും മുങ്ങൽ വിദഗ്ധർ, നേവിയുടെ തന്നെ മുങ്ങൽ വിദഗ്ധർ ഈ പ്രദേശത്ത് കൂടുതൽ തെരച്ചിലേക്ക് കടക്കുക. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാം, പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ 7 നോട്ട്സ് ആയിരുന്നു ഈ ഗംഗാവലി പുഴയുടെ വേഗതയെങ്കിൽ അതിപ്പോൾ 4 നോട്ട്സിലും താഴേക്ക് കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന വളരെ വേഗത്തിൽ തന്നെ ആകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഏതായാലും ജിതിൻ, ഈ അർജുന്റെ ബന്ധു ജിതിനും അനുജനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ലോറി ഉടമ മനാഫും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മളൊപ്പം മനാഫ് ആദ്യം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് മനാഫ് നിങ്ങളുടെ ഒരു നിഗമനം? ഇപ്പോൾ ഒരു 9:30 മണിയാകുമ്പോഴത്തേക്കും നേവിക്കാരെത്തും, തെരച്ചിൽ തുടരും. ഇന്ന് മിക്കവാറും ഡൈവ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് സോണാർ പരിശോധനയിലൂടെ ഈ ലോറി ട്രാക്ക് ചെയ്യുന്നതാണ് നമുക്കൊരു വിവരം ലഭിച്ചത്, അങ്ങനെയാണോ? അതിന് അല്ല, അത് ഇന്നലെ ചെയ്ത് കഴിഞ്ഞിരിക്കണ്. 2 സ്പോട്ട് ഇവിടെ കണ്ടുപിടിച്ചിരിക്കണ് നേവിക്കാര്. അത് മുന്നേ കണ്ട സ്പോട്ടാണെന്നുള്ളത് അറിയില്ല. അപ്പം ഇന്നെന്തായാലും ഡൈവ് ചെയ്യും. ആകെ ഉള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ആളുകളാരും, അതായത് ഈശ്വർ മൽപ്പെ അങ്ങനെയുള്ള ടീമിനൊന്നും ഈ വെള്ളത്തിലേക്ക് ഇറക്കൂല എന്നുള്ളതാണ്. ഇതിപ്പോൾ കണ്ടുപിടിച്ചാൽ തന്നെ വേറൊരു ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നമുള്ളത്, നമ്മളെ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാന്നാണ് തൃശ്ശൂരിൽ നിന്നും. ആ ഡ്രഡ്ജർ ഇല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇവിടെ സാധിക്കൂല. എന്തായാലും ഈ ലോറി കണ്ടെത്തുക, അതിനകത്ത് അർജുൻ ഉണ്ടാകും, ആ ഒരു പ്രതീക്ഷ തന്നെയാണോ നമുക്കുള്ളത്? വേറെ എവിടെയും ഒരു ബോഡിയോ മറ്റുള്ള കാര്യങ്ങളോ പുഴയെന്ന് കണ്ടെത്താത്ത സാഹചര്യത്തിൽ എന്തായാലും വണ്ടിന്റെ ഉള്ളിൽ തന്നെ, നമ്മളെ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, വണ്ടിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങായിരുന്നു ആള്. അപ്പോ വണ്ടി ഒഴുകിയതിന്റെ കൂട്ടത്തില് ആളും ഉള്ളിലുണ്ടാവാനാണ് ചാൻസ്. ഈ മനാഫൊക്കെ കുറെ ദിവസമായിട്ട് ഷിരൂരിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഭരണകൂടത്തിന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കുറവാണ്. അതാണല്ലോ ഇപ്പൊ ഇത്ര ദിവസം ഈ തെരച്ചിലൊക്കെ നീണ്ടു പോണത്. കുറച്ചും കൂടി എന്താ പറഞ്ഞു കഴിഞ്ഞാല് മുന്നേ ആവാമായിരുന്നു ഇത് ഈ തെരച്ചില്. ഞങ്ങളെ കയ്യിൽ ഹൈക്കോടതി ഓർഡർ ഉള്ളതാണ്. പിന്നെ നേതാക്കന്മാരെല്ലാരും തെരച്ചിൽ തുടരണം തന്നെ പറയണത്. ഇവിടെ ഒഴുക്ക് സാർ ഇപ്പൊ കണ്ടല്ലോ, വെള്ളത്തിന് ഒഴുക്കില്ല. അത് കാറ്റിന്റെ ഒരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ, ഒഴുക്ക് എന്ന് പറയാനില്ല. പിന്നെ മൺതിട്ടകൾ കൂടി വെള്ളം അത്രയും കുറഞ്ഞു പോയിക്കണ്. ഇനി എന്താ പറയാ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഡൈവേഴ്സ് അതേമാതിരി തന്നെ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ഇത് കണ്ടെത്താൻ കഴിയും. ആകെ ചെറിയ ഏരിയ ആണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഈ ഏരിയയിൽ ഇത് കണ്ടെത്താൻ കഴിയില്ലെന്ന് അത്ഭുതം തന്നെയാണ്.
വളരെ ചെറിയ ഏരിയയാണ് പോയത്. നമുക്ക് അതുപോലെ തന്നെ മനാഫ്, ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ തെരച്ചിലിന് ഏതൊക്കെ രീതിയിൽ, പ്രധാനമായും ഇവിടുത്തെ ജില്ലാ ഭരണകൂടമൊക്കെ പറഞ്ഞത് ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിക്കണമെന്നാണ്. ഏതൊക്കെ രീതിയിൽ ഇടപെടലായിരിക്കും ഇനി നമുക്ക് വേണ്ടത്? ഇപ്പം കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മുൻകൈ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞ സാധനം. ഇത് ഇവിടെ കർണാടകന്റെ ഭാഗത്ത് ഇതില്ല എന്നാണ് പറയുന്നത് കളക്ടർ. നമ്മൾ കേരളം ഇത് അനുവദിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഈ തെരച്ചിലിൽ അവർ ഉൾപ്പെടുത്താൻ തയ്യാറാണ്. എത്രയും പെട്ടെന്ന് ആ ഡ്രഡ്ജർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണികൾ ഒന്നും കൂടി സ്പീഡാവും. ഓക്കെ, അതാണ് മനാഫ് പറയുന്നത്. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഈ തെരച്ചിലിന് വലിയ സഹായം വേണ്ടിവരും. പ്രധാനമായും ഡ്രഡ്ജർ അത് മണ്ണൂത്തി സർവകലാശാലയിലുള്ളതാണ്. അത് ഇവിടെ എത്തിക്കണമെന്ന ഒരു ആവശ്യവും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ജിതിൻ ഉൾപ്പെടെ നമ്മോടൊപ്പം അല്പസമയത്തിനകം തന്നെ ചേരും. ജിതിൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ജിതിൻ ഇത്തരത്തിൽ ന്യൂസ് 8നോട് വെളിപ്പെടുത്തിയത്. ഈ തിരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ, അതായത് അർജുന്റെ ഭാര്യയും അമ്മയും ഒക്കെ അടക്കുന്ന കുടുംബം ഉൾപ്പെടെ ഈ ശിരൂരിൽ എത്തും എന്ന തരത്തിൽ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ വളരെ വേഗത്തിൽ ഇപ്പോൾ തുടരാൻ തന്നെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് 9 മണിയോടുകൂടി ഇത്തരത്തിൽ നാവികസേന അംഗങ്ങൾ ഇവിടെ എത്തും. കാർവാറിൽ നിന്നാണ് അവർ എത്തേണ്ടത്. അവർ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ലോറി ട്രാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോവുക. അതിനുശേഷമായിരിക്കും മുങ്ങൽ വിദഗ്ധർ, അത് മനാഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ മുങ്ങൽ വിദഗ്ധർ ഈ മേഖലയിൽ എത്തി പരിശോധന നടത്തും എന്നാണ് പറഞ്ഞത്. വളരെ വേഗത്തിൽ തന്നെ ഈ പരിശോധന ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും ജിതിൻ ഇപ്പോൾ നമ്മോടൊപ്പം ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ചേരും. ഈ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ ഈ കാണുന്നത്. നേരത്തെ ഈ പുഴയിൽ നീരൊഴുക്കിൽ ഇത് കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രത്തോളം വെള്ളം ഇവിടെ കുറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ലോറിയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ലോറിയുടെ ക്യാബിനകത്ത് അർജുനുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. അതാണ് ഇനി കണ്ടെത്തേണ്ടത്. അതല്ല, ഈ സമീപത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ മൺകൂനയിലോ മറ്റോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുന്ന സാഹചര്യം ഉണ്ടോ എന്നതും. ഏതായാലും ജിതിൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ജിതിൻ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. ജിതിൻ, എന്താണ് നമുക്ക് ഇപ്പോൾ ഇതിലൊരു പ്രതീക്ഷയുള്ളത്? പ്രതീക്ഷയുള്ളത് എല്ലാവർക്കും കാണുന്നത് പോലെ തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ട്, ക്രമാതീതമായിട്ട് ഒഴുക്ക് ഇല്ല എന്ന രീതിയിൽ തന്നെ പറയാം. കാരണം നിങ്ങൾക്ക് റിവേഴ്സ് ഒഴുകുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്. നദിയിലെ ജലനിരപ്പ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മൺകൂമ്പാരങ്ങൾ പുതുതായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് റൈറ്റ് ടൈമാണ്. ഇത് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള. തീർച്ചയായിട്ടും അധികാരികൾ ഇത് മനസ്സിലാക്കുകയും തിരച്ചിൽ ശക്തിയായിട്ട് പുനരാരംഭിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നമുക്ക് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ രീതിയിലുള്ള സഹായമാണ് ഇപ്പോൾ വേണ്ടത്? ആ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിൽ ഒരു സാങ്കേതികത്വം ഇപ്പം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തിട്ട് ഇവരെ അറിയിക്കുകയാണെങ്കിൽ, കാരണം അന്ന് പറഞ്ഞത് ഇത് 4 നോട്ടിൽ ഇറക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 4 നോട്ടിലും കുറഞ്ഞ സ്ഥിതിക്ക് ആ മിഷൻ ഇവിടെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിനിപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ ലോറി ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ലോറിക്കകത്ത് തന്നെ അർജുൻ ഉണ്ടാവും, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ആ ഒരു പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണത്. ആ പ്രതീക്ഷയ്ക്ക് ഇതുവരെ ഒരു മങ്ങൽ ഏറ്റിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കൂമ്പാരങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇനി ഇപ്പോൾ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കളുമായി സംസാരിച്ചിട്ടുണ്ടോ? ഏതൊക്കെ രീതിയിലാണ് ഇന്ന് തെരച്ചിൽ? ആ രീതിയിൽ എന്തെങ്കിലും നമുക്ക് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല അറിയിച്ചിട്ടില്ല. നമുക്ക് നിലവിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇല്ല. ഇപ്പൊ നമ്മൾ പ്രധാനമായ ആവശ്യം ഉന്നയിക്കുന്നത് ഈ നമ്മൾ നേരത്തെ കണ്ടെത്തിയ ആ സ്ഥലം, അവിടെ തെരച്ചിൽ നടത്തണം എന്നല്ലേ? അതെ. അവര് അന്ന് മേജർ ഇന്ദ്രബാലൻ സാറും സംഘവും നടത്തിയ റിപ്പോർട്ട് പ്രകാരം തന്നെയായിരിക്കും അവർ തിരച്ചിൽ പുനരാരംഭിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ജിതിൻ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. ജിതിനൊപ്പം അർജുന്റെ സഹോദരനും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷ, അവസാന പ്രതീക്ഷ എന്ന് നമുക്ക് ഒരുപക്ഷെ പറയാം. ഇനി വൈകുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും കാലാവസ്ഥ അനുകൂലമാവുക, അതൊക്കെ വലിയ ഘടകം തന്നെയാണ്. അതുകൊണ്ട് ഈ തിരച്ചിൽ വളരെ വേഗത്തിലാക്കണം, അതിനായുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കണം എന്ന ഒരു ആവശ്യം തന്നെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നതും.